കേരളത്തിൽ ഒന്നിലധികം മേയർമാരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ പേര് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരില്ല. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആരെന്ന് ചോദിച്ചാൽ വി രാജേഷ്. പെട്ടെന്നറിയാം. അവിടെ ഭരിക്കുന്ന ആരാ? ബി. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വി രാജേഷ് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമം നടത്തുന്നു. മറ്റ് പലയിടത്തെ മേയർമാരുടെ പേര് പോലും ജനങ്ങൾക്ക് അറിയില്ല. ഇനി പതിയെ പതിയെ പേര് പഠിച്ചു വരുമായിരിക്കും. പക്ഷേ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് 4 പതിറ്റാണ്ടത്തെ CPMന്റെ ചില നിലപാടുകളെ അട്ടിമറിക്കാനുള്ള BJPയുടെ കരുനീക്കമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി രാജേഷിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ എന്തെങ്കിലും ഒരു മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിക്കുമോ? ഞാനങ്ങനെ വി രാജേഷിലൂടെ എന്തെങ്കിലും മുന്നേറ്റം നടത്താൻ ഞാൻ സാധിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം ചോദിച്ച ആദ്യത്തെ പോയിന്റ്, എന്തുകൊണ്ട് മറ്റ് 4 മേയർമാർ ഇത്ര അറിയപ്പെടുന്നില്ല? അതിനൊരു പ്രധാന കാരണം നേരത്തെ പറഞ്ഞു തന്നെയാണ്. കേരളത്തിലെ ഒരേ ഒരു BJP മേയറാണ്. അത് തന്നെ വലിയ ആഘോഷമാക്കി. എന്നുവെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആദ്യത്തെ മേയർ കിട്ടുന്നതാണ്, പ്രധാനമന്ത്രി വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, ആകെ ബഹളമാക്കി. വാർത്തയിൽ ഏറ്റവും നിറഞ്ഞു നിന്നത് രാജേഷ് തന്നെയാണ്. അതിന് കാരണം ആ പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ കൊച്ചിയിൽ ഒരു കോൺഗ്രസ് മേയർ വരുന്നതോ ഒരു LDF മേയർ വരുന്നതോ ഒരു വാർത്തയല്ല. തൃശ്ശൂർ വരുന്നതല്ല, കോഴിക്കോടും കണ്ണൂരും ഒന്നുമല്ല. പക്ഷെ ഇതൊരു വാർത്തയാണ്. അതിൻ്റെ അടിസ്ഥാനം തുടങ്ങുന്ന അവിടെ നിന്നാണ്. BJPക്ക് ഒരു ഫുട് ഹോൾഡ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അത് തെരഞ്ഞെടുപ്പിലോ മറ്റു രീതിയിലോ ഗുണം ചെയ്യോ ദോഷം ചെയ്യോ എന്നുള്ളതൊക്കെ വരും കാലത്തെ പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, നേരത്തെ ശിവു പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം, 40 വർഷം തുടർച്ചയായി ഒരു കക്ഷിയാണ് അവിടെ ഭരിക്കുന്നത്. ഇപ്പൊ കൊച്ചിയിലൊന്നും അങ്ങനെയല്ല. കൊച്ചിയിലും തൃശ്ശൂരും അല്ല, മാറി 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 വരുന്നുകൊണ്ടിരിക്കുക. ഇവിടെ അങ്ങനെയാണ് 40 വർഷം തുടർച്ചയായി CPM ഭരിക്കുകയും CPMന് നിലതെറ്റുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് കണ്ടത്. CPMന് അടിതെറ്റി, അക്ഷരാർത്ഥത്തിൽ അടിതെറ്റിയ തെരഞ്ഞെടുപ്പായതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം 40 വർഷം നിങ്ങൾ ഭരിച്ചാൽ നിങ്ങളുടേതായ കുറേ അഴുക്കുകൾ, പൂപ്പലുകൾ, പായലുകൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. കാരണം മേയർ മാറുന്നുണ്ടെങ്കിലും അവിടെ വൃത്തിയാക്കൽ നടന്നുണ്ടാവില്ല. കാരണം അതേ സ്ട്രക്ചറാണ് തുടരുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി സ്ട്രക്ചറാണ് തുടരുന്നത്. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്നപ്പോഴും ആര്യ രാജേന്ദ്രൻ അല്ലല്ലോ ഭരിച്ചിരുന്നത്. ആര്യ രാജേന്ദ്രന് പിന്നിൽ നിന്ന് കുറേ ആളുകൾ ഭരിക്കുകയും വിഡിത്തം പറയാൻ വേണ്ടി ഈ കുട്ടിയെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അവിടെ നടന്നിരുന്നത്. അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ, അപ്പോൾ CPM 40 കൊല്ലം ഭരിക്കുമ്പോൾ അവിടെയുള്ള കുറേ അഴുക്കുകളും കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അവർ കുറേ അഴിമതി ചെയ്തിട്ടുണ്ടാവും, കുറേ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ തീർച്ചയായും BJPയുടെ ഒരു മേയർ വന്നാൽ അതിൽ വൃത്തിയാക്കാൻ ശ്രമിച്ചാൽ ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളാണ്. കാരണം അഴിമതി ആരായാലും ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഭരണം മാറി മാറി വരണം, ഈ തുടർ ഭരണം എന്നൊരു സാധനം വേണ്ടെന്ന് നമ്മൾ പറയുന്നത്. കാരണം ഒരു വൃത്തിയാക്കലെങ്കിലും നടക്കും. രാജേഷ് അത് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. രാജേഷിൻ്റെ ഒരു നീക്കം വളരെ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിച്ചു. അത് ഈ സ്പാ സെൻ്ററുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നീക്കമാണ്. അത് തീർച്ചയായും ചെയ്യപ്പെടേണ്ടതാണ്. അതിലിപ്പോൾ BJP ചെയ്താലും കോൺഗ്രസ് ചെയ്താലും LDF ചെയ്താലും അത് ആവശ്യമാണ്. കാരണം ഒരു നിയന്ത്രണവുമില്ലാതെ നമ്മുടെ നാട്ടിൽ സദാചാരം എന്ന് ഞാൻ പറയുന്നില്ല, സദാചാരമൊക്കെ ഓരോരുത്തർക്കും ഓരോന്നാണ്. പക്ഷെ എങ്കിൽ പോലും ഒരാചാരത്തിനും നിരക്കാത്ത തരത്തിലുള്ള സ്പാകൾ ഇവിടെയുണ്ട്. ഏതാണ്ട് നമുക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അതുപോലെ പറയാവുന്ന തരത്തിലുള്ള സ്പാകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ BJPക്കാർ നടത്തിയ സ്പായും അയാൾ കൂട്ടിച്ചു. BJPക്കാർക്ക് പങ്കുള്ള സ്പായ് അടക്കം ബാക്കി എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിലിപ്പോൾ BJP കോൺഗ്രസ് നോക്കാനില്ല, ഞാൻ എല്ലാവരും സ്പാ പൂട്ടിച്ചത് വളരെ ശരിയായൊരു കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ലൈസൻസ് ഉള്ള നല്ല കാര്യം, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ അയാൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ എലമെൻറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതികളുണ്ട്. ചില പടം വയ്ക്കലും ഫോട്ടോ വയ്ക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അത് അത്ര ഗുണം ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചറിയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നല്ലൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാം. നേരെ മറിച്ച് നിങ്ങളുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ പോകുമ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് അതെങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് ചോദിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം CPM എപ്പോഴും സംസ്ഥാന ഭരണത്തിലാണ്. CPM എപ്പോഴും അവിടെ നിർണായകമായൊരു ശക്തിയാണ്. വോട്ടിൽ ഒരു 2ാം സ്ഥാനം നിൽക്കുന്ന ആളുകളാണ്. അവർ ഭരണമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു കാര്യം, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവർ അഴിമതി കണ്ടെത്തി വിജിലൻസിന് കൊടുത്തു. ആരുടെ അടുത്തേക്കാണ് വിജിലൻസ് പോണേ? വിജിലൻസ് ആരുടെ കീഴിലാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ. അപ്പോൾ വിജിലൻസ് അന്വേഷണം അനുവദിച്ചോളുന്നില്ല. LSD ഡിപ്പാർട്ട്മെൻറ്റ്, ഓംബുഡ്സ്മാൻ. ഇപ്പോൾ ഞാൻ പറയുന്നത് വി രാജേഷിന് ഓടിച്ചെന്ന് അവിടുത്തെ അഴിമതിയൊക്കെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ നേരത്തെ ആനാവൂർ നാഗപ്പന് മേയർ കത്തെഴുതിയ പോലെ ഉള്ള കത്തുകൾ ഇങ്ങനെ ആളുകളെ നിയമിക്കുന്നതിന്, അതൊരു പക്ഷേ CPMൽ നിന്ന് BJPയിലേക്ക് പോവാം. ഈ നാളെ ആനാവൂർ നാഗപ്പനോട് ചോദിക്കുന്നതിന് പകരം BJP ജില്ലാ പ്രസിഡന്റിനോട് ചേട്ടാ കത്ത് തരണം എന്ന് മേയർ പറയുന്നതാവാം, അല്ലെങ്കിൽ അവർ തമ്മിൽ ചെയ്യുന്നതാവാം. ഞാൻ പറഞ്ഞേ, അല്ലാതെ ഒരു അഴിമതിരഹിത ഒരു ഭരണം തിരുവനന്തപുരത്ത് ഉണ്ടാവുന്നു ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കാണുന്നില്ല. മൂന്നാമത്തെ പ്രശ്നം,
മുമ്പ് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. BJP യെ സംബന്ധിച്ചിടത്തോളം അധികാരം കിട്ടിയാൽ പിന്നത്തെ തവണയോട് അധികാരം കിട്ടാറില്ല എന്നുള്ളതാണ് ചരിത്ര അനുഭവം. അതിപ്പോൾ നിയമമണ്ഡലമായാലും മറ്റ് സ്ഥലങ്ങളായാലും പാലക്കാട് നഗരസഭ പോലെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ അവർ കിട്ടിയെങ്കിലും ഒരു ഭൂരിപക്ഷം ഇല്ല. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഇത്തവണ അവർക്ക് ഭൂരിപക്ഷം ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മുഴുവൻ വന്നിട്ടും പാലക്കാട് നഗരസഭയിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. അതൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നന്നായി പോയില്ലെങ്കിൽ അടുത്ത തവണ കയ്യിൽ നിന്ന് പോകുന്നുള്ളത് രാജേഷിനും അറിയാം. BJPയുടെയും ഒരുപക്ഷെ എത്രയും ബുദ്ധിയുള്ള നേതാക്കന്മാരെ അവർക്ക് ഉണ്ടല്ലോ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് നല്ല സ്റ്റെപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കിപ്പോൾ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും മോശം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ മാതിരിയുള്ള വിവാദപരമായ, പ്രത്യേകിച്ചും വർഗീയ ചുവയുള്ള വിവാദപരമായ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അതിന് ക്ഷീണമാവും. അതുകൊണ്ട് രാജേഷിനെ സംബന്ധിച്ചിടത്തോളം രാജേഷ് കേരളത്തിലെ ആദ്യത്തെ BJP മേയറാണ് എന്നുള്ളത് കൊണ്ട്. ഇനി ഇതൊന്നും കൂടാതെ രാജേഷിന് തന്നെ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അവരുടെ തന്നെ വേറൊരു കൗൺസിലർ IPS കാരി ഉടക്കി നിൽക്കുന്നുണ്ട്. അവർ ഡൽഹിക്ക് പോകുന്നില്ല, എവിടെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ സ്ഥാനാർത്ഥിയാവുന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ 2-3 മണ്ഡലങ്ങളാണ് പ്രധാനമായും വരിക. തിരുവനന്തപുരം സെൻറ്റർ, വട്ടിയൂർക്കാവ്, നേമം. ഈ 3 മണ്ഡലങ്ങളിലാണ് പ്രധാനമായും ഈ പ്രശ്നം വരാൻ പോകുന്നത്. എത്രത്തോളം സ്വാധീനം BJPക്ക് ഉണ്ടാക്കാൻ കഴിയും രാജേഷ് വന്നതുകൊണ്ട് അത് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴേ ഏതൊക്കെ സ്വാധീനം എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റൂ. മാത്രമല്ല കാൻഡിഡേറ്റ് ഇതിൽ വളരെ പ്രധാനമാണ്. കാൻഡിഡേറ്റ്സ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ മാത്രമല്ല. ഉദാഹരണത്തിന് വട്ടിയൂർക്കാവ് മുരളീധരൻ മത്സരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ കിട്ടുന്ന വിവരം. വട്ടിയൂർക്കാവ് മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ പ്രശാന്ത് അവിടെയുണ്ട്. ഇനി മൂന്നാമതൊരു BJP സ്ഥാനാർത്ഥി വരുമ്പോൾ അതെങ്ങനെ ഇക്വേഷൻ വരും? കാരണം ഇലക്ഷനിൽ എല്ലാവരും അവനവൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതല്ല ഇലക്ഷൻ്റെ ഒരു രീതി. ഞാൻ കണ്ടിട്ടുള്ള വലിയ പാർട്ടി ഇല്ലാത്ത കുറേ ആളുകളുണ്ട്. അവരാർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ 3 സ്ഥാനാർത്ഥികളിൽ ആര് ജയിക്കണം എന്നുള്ളതിനേക്കാൾ ആര് തോൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ആര് തോൽക്കണം എന്നുള്ളതനുസരിച്ചാണ് വോട്ട് ചെയ്യുക. ഇപ്പോൾ PS പ്രശാന്ത് തോൽക്കണം എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ മുരളീധരനാണ് കൂടുതൽ ജയിക്കാൻ സാധ്യത. പി കെ പ്രശാന്ത് ജയിക്കണം എന്നാണ്, മുൻ മേയർ ജയിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് വോട്ടിംഗ് ഒക്കെ നമുക്ക് മുൻകൂട്ടി അങ്ങനെ ഒരു മേയറെ വെച്ച് മാത്രം പ്രതിഫലിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. ഈ മേയർ രാജേഷിന്റെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പൂച്ചൂലം കിടുവോ ഇങ്ങനെയാണെങ്കിൽ? പറ്റില്ല എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ആദ്യത്തെ തന്നെ ഒരു യുദ്ധമായിരുന്നു, തൊട്ട് മുമ്പ് തന്നെ ഒരു യുദ്ധം, VK പ്രശാന്തുമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു, മുറിക്ക് വേണ്ടിയിട്ടുള്ള. ഹോസ്റ്റലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് വളരെ നിസാരമായിട്ടുള്ള വാടക 800 രൂപ 833 രൂപ വാടകയ്ക്കുള്ള സ്ഥലം വന്ന് എടുത്തിരിക്കുകയായിരുന്നു. അക്കാര്യത്തിൽ ആ ഒരു പോരാട്ടത്തിൽ നമ്മുടെ മേയറായിട്ടുള്ള VV രാജേഷ് തന്നെ വിജയിക്കേണ്ട. ഇപ്പോൾ അതവിടെ മാറിയല്ലോ, മരുതൻകുഴിയിലേക്ക് മാറി. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ ഒരു പിടുത്തം പിടിച്ചു. കേന്ദ്ര സംസ്കാരം ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. കോർപ്പറേഷന് വേണ്ടി അനുവദിച്ച 33ഓളം ബസ് 33 44 സംശയമുണ്ട്, പ്രേക്ഷകർക്കറിയാം, അത് കൃത്യമായിട്ട് അവർ തിരുത്തിക്കോളും. ആ 44 ബസ്സുകളും പിടിച്ചടക്കി കോർപ്പറേഷൻ്റെ വകയായിട്ട് ഓടുന്നുണ്ട്. 2 അഡ്മിനിസ്ട്രേഷൻ. മൂന്നാമത്തെ കാര്യം അഴിമതിയുടെ കാര്യം കൂടെ ഊന്നി അത് നമുക്ക് പറയാം. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിനോട് അനുബന്ധിച്ച് ധാരാളം പോസ്റ്ററുകൾ നഗരത്തിൽ നിരന്നു. അതിൽ BJPയുടെ പോസ്റ്ററുകളും ഉണ്ടായിരുന്നു. ആ പോസ്റ്ററുകൾ പിറ്റേ ദിവസം തന്നെ മാറ്റണം എന്ന് കോടതിയുടെ ഉത്തരവുള്ളതാണ്. അത് മാറ്റിയില്ല BJPക്കാർ. 20 ലക്ഷം രൂപ അതിനവരെ ഫൈനടിച്ചു. BJPക്കാർക്ക് തന്നെ അദ്ദേഹം ഫൈനടിച്ചു എന്ന്. എന്നിട്ടും വലിയ സാരമായ പരിക്കുകളൊക്കെ, വലിയ അപകടകരമായ പ്രവൃത്തിയാണ്. മെയ് വഴക്കത്തോടു കൂടി അദ്ദേഹം അതിൽ നിന്നും രക്ഷപ്പെട്ടു ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഈ ബജറ്റിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ ഒരു സംശയം പറയുകയാണ്, മറ്റൊരു ബജറ്റിൽ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് 20,000 പേർക്ക് വീട് വെച്ചു കൊടുക്കും. ഒരു സാധാരണ ഒരു നഗരസഭ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാറില്ല. രണ്ടാമത് 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം തൊഴിൽ എന്നുള്ള ഏർപ്പാട്. ഇപ്പം അന്നത്തെ ദിവസം തന്നെയാണ് ഈ കൊച്ചിയിലും ബജറ്റ് അവതരിപ്പിച്ചത്. ഇപ്പോൾ അവിടെ കൗൺസിലർമാർ തമ്മിൽ തല്ലുക, ബജറ്റ് പോരെന്ന് പറഞ്ഞിട്ട്. അതേസമയം യാതൊരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല, CPMൻ്റെ ആൾക്കാർ വരെ പ്രശംസിച്ചു ഈ ബജറ്റിനെ. പാർട്ടി നോക്കിയല്ല, ഈ ബജറ്റ് നല്ല ബജറ്റാണെന്ന് പറഞ്ഞ ഒരു പ്രശാന്തൻ നായരാണ്, ടൂറിസം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്. ഞാൻ പാർട്ടിക്കാരൻ CPM ആണ്, പക്ഷെ ഞാൻ പാർട്ടി നോക്കിയല്ല ബജറ്റിനെ വിജയിച്ചു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ, അതുപോലെ തന്നെ നമ്മുടെ വെട്ടുകാട് പള്ളി കൂടാതെ ഭീമാപ്പള്ളി, ഉറൂസ് നടക്കുന്ന പള്ളി. അപ്പോൾ സർവ്വമത 3 പ്രധാനപ്പെട്ട മതങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയ ടൂറിസം പാക്കേജും കൂടി നടപ്പിലാക്കാൻ പോകും. അവിടെ അദ്ദേഹത്തിൻ്റെ ഈ വർഗീയതയുടെ ആ ഒരു അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രിജുഡിസ് ഇല്ലാതാവുകയാണ്. അപ്പം അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നവരാണെന്ന് വരാം, എങ്കിൽ തുടക്കത്തെ
ബജറ്റിനെ പറ്റി നമ്മളിപ്പോൾ വരാൻ പോകുന്ന കാര്യം വിശകലനം ചെയ്യാൻ പറ്റും. തുടക്കം ഗംഭീരമായി എന്നുള്ളതാണ് എനിക്കൊരു അഭിപ്രായം. പക്ഷേ ഇതിൽ ഇങ്ങനൊരു ബജറ്റ് മാഷ് കണ്ടിട്ടുണ്ടോ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും? അല്ല, ഞാൻ ഈ ബജറ്റിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ബാലഗോപാലിന്റെ ബജറ്റ് ഗംഭീര ബജറ്റാന്ന് പറയും ഇത്തവണത്തെ. വായിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാവില്ലേ? അത് ശരിയാ, പ്രായോഗികത പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്നുണ്ട്. നാളെ ബാലഗോപാലൻ തന്നെ ധനമന്ത്രിയാൽ ഈ ബജറ്റ് നടപ്പാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 20,000 വീട് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് വെക്കാന്ന് പറഞ്ഞാൽ എവിടെ വെക്കും? നഗരാസൂത്രണ ഫണ്ട് അതിന് അല്ല, ഞാൻ പറഞ്ഞ സ്ഥലം പോലും പ്രശ്നമാവും. അതാണ് കാര്യം. കാരണം പഴയ ചേരി നിർമ്മാർജ്ജന പരിപാടിയൊക്കെ ഉള്ള ഒരു സംഗതി. രണ്ടാമത്തെ വിഷയം, 18 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ തൊഴിൽ കൊടുക്കുന്നുണ്ട്. തൊഴിൽ കൊടുക്കാൻ കോർപ്പറേഷൻ്റെ എന്ത് സംവിധാനമുള്ള? കോർപ്പറേഷന് തൊഴിൽ എവിടെയുള്ള? വല്ല ഈ പറഞ്ഞ മാലിന്യ ശേഖരണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെയല്ലേ ഇപ്പോൾ കോർപ്പറേഷനുള്ളൂ. അതിന് സ്റ്റേറ്റ് വേണ്ടേ? സ്റ്റേറ്റോ സെൻട്രൽ ഗവൺമെന്റോ വേണം ഏതെങ്കിലും. ഞാൻ പറഞ്ഞത് അപ്പം ഞാനതിൽ അങ്ങനെ ഒരു ചാടിക്കേറി അത് ഭയങ്കര എന്തോ ഒരു ബജറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബാലൻസ്ഡ് ബജറ്റാണ്. വർഗീയത ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, അതൊരു തെറ്റുമില്ല, പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു ദീർഘകാലത്തേക്ക് എങ്ങനെ നിലനിൽക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അത്ര വരെയൊന്നും അത് പോവില്ലല്ലോ. ഇനിയിപ്പോൾ ആഴ്ചകളല്ലേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അപ്പം തീർച്ചയായിട്ടും അത് എത്രത്തോളം ബാലൻസ് അൺബാലൻസ് വരുന്നു, അല്ല അതുകൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു. കാരണം ബജറ്റിൽ പറഞ്ഞു എന്നതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോണില്ല. ഇംപ്രസീവാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വിഭാഗീയത ഇല്ലാതെ ചെയ്യാൻ കഴിയുന്നു. അഴിമതി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശരിയാണ്, പോസ്റ്റർ ഒട്ടിക്കുന്നതിന് അതില്ലെങ്കിൽ വേറെ പ്രശ്നം ഉണ്ടായിരുന്നെ. ഹൈക്കോടതി കോർപ്പറേഷന് ഫൈൻ അടിക്കും. കോർപ്പറേഷന് ഫൈൻ അടിക്കും. ഇവിടെ കൊച്ചിൻ കോർപ്പറേഷന് മുമ്പ് ഫൈൻ അടിച്ചിട്ടുണ്ട്, കോഴിക്കോടോ കണ്ണൂർ കോർപ്പറേഷന് ഫൈൻ അടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് വേറെ വഴിയില്ല, ഇത് നിയമവിരുദ്ധാണ്, അത് നഷ്ടപരിഹാരമാണ്, നഷ്ടം ചെയ്യേണ്ടി വരും. കാരണം ഹൈക്കോടതി ഉത്തരവിൽ ലംഘനമാണ് പബ്ലിക് സ്ഥലത്ത് പോസ്റ്റർ. ഓർമ്മയില്ലേ, മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ എടുത്ത് മാറ്റേണ്ടി വന്നു. ഒരു സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിന്റെ ഒരു പോസ്റ്റർ വെച്ചിട്ട് രാത്രിക്ക് രാത്രി ബോർഡ് എടുത്തുകൊണ്ട് പോയില്ലേ അവിടുന്ന്? എടുത്തുകൊണ്ട് പോയിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, 20 രൂപയ്ക്ക് ഭക്ഷണം. അടൽ അതിപ്പോ ഇവിടെ 20 രൂപയ്ക്ക് ഭക്ഷണം എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രോജക്റ്റുകൾ ഒന്നൊന്നായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ ഈ പ്രായമായ ആളുകൾക്ക് മരുന്ന് നൽകാൻ വേണ്ടിയിട്ട് ചില മെഡിക്കൽ സെന്റേഴ്സ്, മെഡിക്കൽ സ്റ്റോർ പോലെ അത് പകുതി വിലയ്ക്ക് കിട്ടും മരുന്ന് കൊടുക്കുക. ഇനി കുറച്ച് അങ്ങോട്ട് 1-2 വാർഡുകളെ ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ ഈ ലാബ് സൗകര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള സൗകര്യം. അപ്പം വയോജനങ്ങൾക്ക്, സാധാരണക്കാർക്കൊക്കെ വലിയ വലിയ പ്രോജക്ട്, വലിയ വലിയ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ CPM-നെയും കോൺഗ്രസിനെയും ഒന്ന് വിരളി പിടിപ്പിക്കാവുന്നത് തന്നെ അല്ലേ? അല്ല, ഞാൻ ഇപ്പോൾ 20 രൂപയുടെ ഊണെന്ന് പറഞ്ഞാൽ കൊച്ചിയിലും ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്, കോഴിക്കോടും ഉണ്ട്, കുടുംബശ്രീയുടെ കണ്ണൂരും ഉണ്ട്. തിരുവനന്തപുരത്ത് അത് പൂട്ടി. ആദ്യത്തെ 20, 25 രണ്ടും ഉണ്ട്. ഇപ്പൊ ഷൊർണൂർ നഗരസഭയ്ക്ക് 20 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കഴിച്ചിട്ടുണ്ട്. കുടുംബശ്രീക്കാരുടെ ഹോട്ടലാണ്. പക്ഷെ അതിനൊന്നും പൈസ കൊടുത്തിട്ടില്ല എന്നുള്ള പരാതി ഉണ്ട് കേട്ടോ. അതിനൊന്നും സർക്കാരിന്റെ സബ്സിഡി കിട്ടാത്തതുകൊണ്ട് നിർത്തിപ്പോയ കുടുംബശ്രീകളുണ്ട്. അതല്ല ചോദ്യം. ഞാൻ പറഞ്ഞത് ഇത് പ്രായോഗികമായി നടപ്പിലാക്കി കാണിച്ചാൽ തീർച്ചയായും അത് ഇംപ്രസീവാണ്. ആരായാലും ഇപ്പം പറഞ്ഞതുപോലെ കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം ജനൌഷധി ഉണ്ട്, അതുപോലെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ച മരുന്ന് കിട്ടുമെന്നറിയില്ല. അവിടെ പോയാൽ നമ്മൾ സ്ലിപ്പും കൊണ്ടുവന്ന് ആ മരുന്നുണ്ടാവില്ല, അതിന്റെ വേറെ മരുന്നേരം അത് നല്ല ചീറ്റിയൊന്നുള്ള ജനറിക് കിട്ടും. അതാ ഞാൻ പറഞ്ഞു. അതിപ്പോൾ എല്ലാവരും ജനറിക് അംഗീകരിച്ചോളണമെന്നില്ല. 10 വിലയുള്ളൂ. വില അല്ല, അത് മരുന്ന് രംഗത്തെ ഏറ്റവും വലിയ വെട്ടിപ്പുകളിലൊന്നാണ് ഈ പറഞ്ഞ സംഗതി. ഈ മറ്റേ പേറ്റന്റഡ് മെഡിസിനും ജനറിക് മെഡിസിനും. ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരിട്ടുള്ള മെഡിസിൻ ആണെങ്കിൽ നിങ്ങൾ ഡോളോ എന്ന് പറഞ്ഞാൽ അതൊരു കമ്പനിയുടെയാണ്. പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ അതൊരു ജനറിക് ആണ്. ഡോളോ എന്ന് പറഞ്ഞാൽ പാരസെറ്റമോൾ 650 എന്നതിന്റെ അർത്ഥം. പക്ഷേ പാരസെറ്റമോൾ 650 വേറെ മേടിക്കാൻ കിട്ടും, പക്ഷെ ഡോളോ അല്ല. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞത്. അതുപോലെ നിരവധി മരുന്നുകളുണ്ട്, ഇപ്പോൾ ആന്റിബയോട്ടിക്കും അതുപോലെയുള്ള സാധനങ്ങൾ. പക്ഷേ അത് മരുന്നിന്റെ കാര്യത്തിലൊക്കെ ആളുകൾക്ക് ബോധ്യം പറഞ്ഞാൽ കുറച്ചുകൂടി കഴിയണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇലക്ഷന് മുമ്പ് ഇതൊന്നും നടപ്പാക്കി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് എത്ര സ്ഥലത്ത് കാണിക്കാൻ പറ്റും? മാത്രമല്ല ഇവരുടെ ബജറ്റ് ഇനി പാസ്സായി ബജറ്റ് നടപ്പാക്കി വരുമ്പോഴേക്കും മിക്കവാറും കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഇവർക്ക് എത്രത്തോളം ചിലവാക്കാൻ കഴിയും അംഗീകരിച്ച പദ്ധതികൾ. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി പറയാം. കഴിഞ്ഞ വർഷത്തെ അവതരിപ്പിച്ച പദ്ധതികളുണ്ട്, ആ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, DPC ഒക്കെ. ആ ഫണ്ട് ചിലവാക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഫണ്ട് ചിലവായില്ലെങ്കിൽ ലാപ്സായി പോകും. ചില ഫണ്ട് ലാപ്സായി പോകും. അപ്പോൾ ഈ ഒക്ടോബർ, നവംബറിൽ, ഡിസംബറിലൊക്കെ ഇവർ അധികാരത്തിലേറ്റാൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു 20-30% ചിലപ്പോൾ ചിലവായി പോയിട്ടുണ്ടാവും. കുറേ പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ആരംഭിച്ചു, അതിന് സ്ഥലം മേടിക്കാൻ അഡ്വാൻസ് കൊടുത്തു, അല്ലെങ്കിൽ മറ്റേ പമ്പ് മേടിക്കാൻ ഓർഡർ കൊടുത്തു, ആ പൈസ ചിലവായി പോയി.
പിന്നെ ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്താൽ ആ ഫണ്ട് പോയതാ, ലാപ്സായി പോകും. അതുകൊണ്ട് ഈ പുതിയ വരുന്നൊരു ഭരണസമിതിക്ക് ചെയ്യുന്നതിൽ വളരെ വലിയ ലിമിറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വർഷം അവർക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വർഷം ഏപ്രിൽ മുതൽ അവർക്ക് അവരുടെ വരുമാനത്തിൽ, തനത് വരുമാനത്തിലും പ്ലാൻ ഫണ്ടിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റും. ഈ 3 മാസം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഇലക്ഷന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ സംശയമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇലക്ഷനിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഒരുപക്ഷെ നന്നായി ചെയ്താൽ അവർക്ക് നല്ലത്, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.